പ്രായമായ വൃദ്ധയായ സ്ത്രീകൾ തെരുവോരങ്ങളിലേക്ക് പെൻഷൻ കിട്ടാതെ തെരുവിലൂടെ അലഞ്ഞു നടക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോവുക. ആദരണീയനായ സെക്രട്ടറി ശ്രീ സി കെ കുമാരൻ നയിച്ച ക്ഷേമരാഷ്ട്ര വിളംബര ജാഥ ഏതാണ്ട് 20ഓളം പോയിന്റുകൾ കവർ ചെയ്ത് ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ ജാഥ ഇവിടെ നടത്തുമ്പോൾ കോതമംഗലം നിയോജക മണ്ഡലത്തെ സംബന്ധിച്ച് ഇതൊരു തുടക്കമാണ്. കോതമംഗലം നിയോജക മണ്ഡലത്തിലെ 8 പഞ്ചായത്തുകളിലും ഒരു മുനിസിപ്പാലിറ്റിയിലും ഈ ജാഥ തുടക്കം കുറിക്കണമെന്ന ആഗ്രഹത്തോടെയാണ് ഇന്ന് ഈ ജാഥ ഇവിടെ ആരംഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നമ്മൾ ഇവിടെ സംസ്ഥാന ഭാരവാഹികളെ, സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഭാരവാഹികളെ ക്ഷണിക്കുകയും അവരിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ ഇന്ന് കേരളം ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. അങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ച് ഒരു ചോദ്യമുണ്ട്. ഇനി ആര് എന്ന ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരവുമായിട്ടാണ് ഇന്ന് ആം ആദ്മി പാർട്ടി നിങ്ങളുടെ മുൻപിൽ നിൽക്കുക. സാധാരണക്കാരായുള്ള മനുഷ്യർ സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഇടതും വലതും മാറി മാറി ഭരിച്ച് അവർക്ക് വോട്ടുകൾ നൽകി പരീക്ഷണം നടത്തി കേരളത്തിന്റെ അവസ്ഥ ഇന്ന് ഇവിടെ എത്തി നിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടു, അടിമാലിയിലുള്ള ഒരു വന്ധ്യവയോധികയായ ഒരു വൃദ്ധ മറിയക്കുട്ടി ചേർത്തി ഒരു ടാഗ് കഴുത്തിൽ തൂക്കിയിട്ടുകൊണ്ട് തെരുവോരങ്ങളിലൂടെ നടക്കുകയാണ്. അതൊരു ഇന്റർനാഷണൽ കമ്പനിയുടെ ടാഗല്ല, മറിച്ച് ആ ടാഗിൽ എഴുതിയിരിക്കുന്നത് എന്താ? പെൻഷൻ വേണമെന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്ന ടാഗാണ്. ഒന്നോർക്കണം, പ്രായമായ വൃദ്ധയായ സ്ത്രീകൾ തെരുവോരങ്ങളിലേക്ക് പെൻഷൻ കിട്ടാതെ തെരുവിലൂടെ അലഞ്ഞു നടക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോവുക. ആ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ ആം ആദ്മി പാർട്ടി അതിനൊരു മറുപടിയാണ്, യാതൊരു സംശയവും വേണ്ട. കാരണം ഡൽഹിയിലും പഞ്ചാബിലും 2500 രൂപ വീതം 60 വയസ്സ് കഴിഞ്ഞ മുഴുവൻ ആളുകൾക്കും കൊടുക്കുന്നുണ്ട് എങ്കിൽ ഇന്ത്യയിലെ മുഴുവൻ ആളുകൾക്കും 60 വയസ്സ് കഴിഞ്ഞവർക്ക് പെൻഷൻ കൊടുക്കുവാൻ ശേഷിയും ചേമുഷിയുമുള്ള ഒരു പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയും ജനം ആം ആദ്മിയെ ഏറ്റെടുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ജനം മടുത്തു കഴിഞ്ഞു. ഇന്ന് ഞാൻ രാവിലെ ഇതിന്റെ ഫ്ലാഗ് ഓഫ് കർമ്മത്തിൽ സൂചിപ്പിച്ചൊരു വാക്യമുണ്ട്. ഫേസ്ബുക്ക് തുറന്നപ്പോൾ കണ്ടൊരു വാർത്ത. അത് ഇന്ന് മാത്രമല്ല, പത്രമാധ്യമങ്ങൾ എടുത്താൽ, ദൃശ്യമാധ്യമങ്ങൾ തുറന്നാൽ, സോഷ്യൽ മീഡിയ തുറന്നാൽ നമുക്ക് കാണാൻ കഴിയുന്നു. ആത്മഹത്യകളുടെ ഒരു കൂമ്പാരമാണ്, കൊലപാതകങ്ങളുടെ ഒരു കൂമ്പാരമാണ്. ഇന്ന് കണ്ട കൊലപാതകം, ആത്മഹത്യ എന്ന് പറയുന്നത് കൊല്ലം പത്തനംതിട്ടയിൽ ഒരു കുടുംബം അവരുടെ മകന്റെ ബർത്ത്ഡേയുടെ തലേ ദിവസം ആത്മഹത്യ ചെയ്തിരിക്കുന്നു. ആത്മഹത്യ ചെയ്യുവാൻ വേണ്ടി അച്ഛനും അമ്മയും തീരുമാനമെടുത്ത് ഒരു സ്ഥലത്തേക്ക് പോയി. ആ സ്ഥലത്ത് ചെന്ന് രണ്ടുപേരും ആത്മഹത്യ ചെയ്യുവാൻ തീരുമാനിച്ചു. ഭർത്താവ് ആത്മഹത്യ ചെയ്തു. അത് കണ്ടിട്ട് പേടിച്ചരണ്ടിട്ട് ആ ഒരു സ്ത്രീ വന്ന് ഒരു വാഹനത്തിന്റെ മുൻപിൽ ചാടി അവരും ആത്മഹത്യ ചെയ്തു. പിറ്റേന്നാണ് അറിയുന്നത് ആ അച്ഛന്റെ മൃതദേഹം കിട്ടുന്നത്. ഒന്ന് ഓർക്കണം, പണം കടമെടുത്തിട്ട് തിരിച്ചടിക്കാൻ ശേഷിയില്ലാതെ ലജ്ജിക്കുന്ന, കേണപേക്ഷിക്കുന്ന ഒരു സമൂഹം, അത് കർഷക കുടുംബങ്ങളായി മാറിയിരിക്കുകയും കർഷകരെ പരിഗണിക്കാൻ ഇവിടെ ആരുണ്ട്? കർഷകർക്ക് വേണ്ടി എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കൊടുക്കുവാൻ ഇവിടെ ആരുണ്ട്? അത് കർഷകരുടെ മാത്രമല്ല, ഓട്ടോറിക്ഷ തൊഴിലാളികളായിക്കൊള്ളട്ടെ, അതുമല്ലെങ്കിൽ വ്യാപാരി സുഹൃത്തുക്കളായിക്കൊള്ളട്ടെ, അതുമല്ലെങ്കിൽ ബസ് ഡ്രൈവർമാരായിക്കൊള്ളട്ടെ, സംരംഭം നടത്തുന്നവരായിക്കൊള്ളട്ടെ, അവരുടെയൊക്കെ സ്ഥിതി ഇതിൽ നിന്നും വിഭിന്നമല്ല. അവരെ സഹായിക്കുവാൻ, അവർക്ക് വേണ്ടി കേണപേക്ഷിക്കുവാൻ, അവർക്ക് സഹായഹസ്തം നീട്ടുവാൻ ഇന്ന് ആരുണ്ട് എന്ന ചോദ്യം ഇവിടെ ഉന്നയിക്കുകയാണ്. ഇത് പറയാൻ കാരണം 10 വർഷങ്ങൾക്ക് മുൻപ് നമുക്കറിയാം, അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന ഒരു കുറിയ മനുഷ്യന്റെ തലയിൽ ഉദിച്ച ആശയം അതൊരു രാഷ്ട്രീയ പ്രസ്ഥാനമായി മാറി ഇന്ത്യയിലാകെ കത്തിപ്പടരുമ്പോൾ ആ 10 വർഷക്കാലം ഈ ഡൽഹിയിലും പഞ്ചാബിലും അധികാരം കൈയാളി അവർ ചെയ്തിട്ടുള്ള നന്മകൾ, അല്ലെങ്കിൽ ഇന്നും മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് അവർ പറയുന്ന വാഗ്ദാനങ്ങൾ, അവയൊക്കെ നിറവേറ്റി മുന്നോട്ട് പോകുമ്പോൾ നമുക്കും പ്രതീക്ഷയുണ്ട്. കാരണം നമുക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു പാർട്ടിയാണ്, നമുക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു പാർട്ടി. ആ പാർട്ടി ഇന്ന് ഇവിടെ ഈ കവളങ്ങാടിന്റെ മണ്ണിൽ എത്തി നിൽക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ കൈവിടരുത്. ഇത് ലാസ്റ്റ് ബസ്സാണ്. ഈ ബസ് പോയാൽ പിന്നെ ഒരു ബസ് ഇല്ല. ഒരുപക്ഷെ പല പാർട്ടികളും, പല വണ്ടികളും, പല പാണ്ടി ലോറികളും ഒക്കെ നിങ്ങളെ കയറ്റാമെന്ന് പറഞ്ഞു വരുമായിരിക്കാം. പക്ഷേ അതിലൊന്നും നിങ്ങൾ കയറരുത്. കാരണം നിങ്ങൾ കയറേണ്ട വാഹനം ആം ആദ്മി പാർട്ടിയാണ്. ഈ ആം ആദ്മി പാർട്ടിയിൽ നിങ്ങൾ കയറിയാൽ, ഈ പാർട്ടിയോടൊപ്പം നിങ്ങൾ സഞ്ചരിച്ചാൽ
ഈ രാജ്യത്ത് സുസ്ഥിരതയോടെ സമഗ്ര വികസനം കാഴ്ചവെക്കുന്ന ഈ പാർട്ടി നിങ്ങളെ കൈവിടുകില്ല എന്ന് ഉറപ്പു പറയാൻ കഴിയും. അങ്ങനെ കൈവിടാത്ത സംസ്ഥാനങ്ങളിൽ ഇന്നും മൃഗീയ ഭൂരിപക്ഷത്തോടെ ഭരിക്കുകയാണ് ആം ആദ്മി പാർട്ടി. ഹരിയാനയിൽ നമ്മൾ കണ്ടു, അരവിന്ദ് കെജ്രിവാൾ ചെന്നിറങ്ങിയപ്പോൾ ലക്ഷങ്ങളാണ് അവിടെ തടിച്ചുകൂടിയത്. ഇത് ഹരിയാനയുടെ മാത്രമല്ല, നാളെ കേരളത്തിലെ മണ്ണിലും അരവിന്ദ് കെജ്രിവാൾ കാലുകുത്തുമ്പോൾ അദ്ദേഹത്തിന് സ്റ്റേജിലേക്ക് കടന്നു കയറാൻ പറ്റാത്ത വണ്ണം ജനം ആ തലച്ച കടൽ പോലെ ആഞ്ഞടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് നമ്മൾ ഇവിടെ തുടക്കം കുറിക്കുകയാണ്. ആം ആദ്മി പാർട്ടി ഈ കേരളം ഭരിക്കുമെന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും സംശയമില്ല. കാരണം മറ്റ് പാർട്ടികളെയൊക്കെ നമ്മൾ മറന്നു കളഞ്ഞു, അല്ലെങ്കിൽ അവരെയൊക്കെ തിരസ്കരിച്ചു കഴിഞ്ഞു. കേന്ദ്രം നമുക്ക് നടത്തി തരുന്ന കാഴ്ചകളൊക്കെ നമുക്കറിയാം. മണിപ്പൂരിൽ നമ്മുടെ സഹോദരങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുമ്പോൾ നമുക്ക് എങ്ങനെ സ്വസ്ഥമായിട്ട് ഉറങ്ങാനായിട്ട് കഴിയും? ഒത്തിരിയേറെ പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും പറയുന്ന വാഗ്ദാനങ്ങൾ പാലിക്കാതെ പോകുന്നു. കേരളത്തിന്റെ അവസ്ഥ അതിദാരുണമാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, കർഷകരുടെ കാര്യങ്ങൾ, വന്യമൃഗങ്ങൾക്ക് കൊടുക്കുന്ന പരീക്ഷ പോലും, വന്യമൃഗങ്ങൾക്ക് കൊടുക്കുന്ന നിയമപരീക്ഷ പോലും ഒരു മനുഷ്യജീവന് കൊടുക്കാത്ത കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോവുക. അത്തരമായ അവസ്ഥ നമ്മുടെ ഈ കേരളത്തിലുണ്ട് എങ്കിൽ അതിനൊരു മാറ്റമുണ്ടാകണം. ആ മാറ്റത്തിന്റെ ചാലനശക്തിയായിട്ടാണ് ഈ ആം ആദ്മി പാർട്ടി കടന്നു വന്നിട്ടുള്ളത്. മാറ്റം ഉണ്ടാകേണ്ടത് എവിടെ നിന്നാണ്? അങ്ങ് അധികാരവർഗത്തിൽ നിന്നല്ല, മറിച്ച് നമ്മുടെ മനസ്സുകളിൽ നിന്നാണ് മാറ്റം ഉണ്ടാകേണ്ടത്. നാം മാറി ചിന്തിക്കണം. എനിക്ക് മാറ്റമുണ്ടാകണം, ഈ നാടിന് മാറ്റമുണ്ടാകണം, ഈ രാജ്യത്തിന് മാറ്റമുണ്ടാകണമെന്ന് നമ്മൾ തീരുമാനിച്ചാൽ മാറ്റം ഉണ്ടാവുക തന്നെ ചെയ്യും. അങ്ങനെ മാറി ചിന്തിച്ചവരുടെ രണ്ട് സംസ്ഥാനങ്ങളാണ് പഞ്ചാബും ഡൽഹി. മാറ്റം സാധ്യമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ മാറ്റം സാധ്യമാകുവാൻ നമുക്ക് ഇവിടെ തുടക്കം കുറിക്കണം. അതിനുവേണ്ടിയാണ് നമ്മൾ ക്ഷേമരാഷ്ട്ര വിളംബര ജാഥ സംഘടിപ്പിച്ചത്. കേരളം ഒരു ക്ഷേമരാഷ്ട്രമായിട്ട് മാറണം. ഈ കേരളത്തിൽ നമുക്കൊരു ക്ഷേമരാഷ്ട്രമായി മാറണം. അല്ല എങ്കിൽ ഭാവിയിൽ, അതിവിദൂരത്തല്ലാത്ത ഒരു ഭാവിയിൽ ഈ കേരളം ഒരു വൃത്തസദനമായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മൾ കണ്ടതല്ലേ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പത്രത്തിൽ കണ്ടു, സാന്റാ മോണിക്ക എന്ന് പറയുന്ന വിദേശത്തേക്ക് പഠിക്കാൻ വിടുന്ന ഒരു ഏജൻസി 7260 കുട്ടികളെ ഒരൊറ്റ ദിവസം UK കടത്തിവിട്ടെങ്കിൽ നമുക്ക് ചിന്തിക്കണം. ചിന്തിച്ചേ പറ്റൂ. ഇത് പോക്കെങ്ങോട്ടാണ്? ഇവിടെയുള്ള യുവതലമുറ എല്ലാം വിദേശ രാജ്യങ്ങളിലേക്ക് കടന്നു പോകുന്നു. ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കും, അവർ വിദേശ രാജ്യങ്ങളിൽ പോയി പഠിച്ച് ജോലി, അവിടെ നിന്നുള്ള അറിവ് നേടി, ഉന്നതമായ വിദ്യാഭ്യാസം നേടി, സർട്ടിഫിക്കറ്റുമായി ഈ കേരളത്തിലേക്ക് വന്നിട്ട് അവരുടെ സേവനം ഈ കേരളത്തിൽ നൽകുമെന്ന്. ഒരിക്കലുമില്ല. പോകുന്നവർ തിരികെ വരുന്നില്ല എന്നാണ് യാഥാർത്ഥ്യം. തിരികെ വരുന്നില്ല, മറിച്ച് അവർ അവിടെ തന്നെ വിവാഹം കഴിച്ച് അവിടെ തന്നെ സെറ്റിലായി കഴിയുമെങ്കിൽ അവരുടെ മാതാപിതാക്കളെയും കൊണ്ട് അങ്ങോട്ട് പോവുകയാണ്. പിന്നെ അവിടുത്തെ ജീവിതമായി, അവരുടെ പൗരത്വമായി അവരങ്ങനെ കഴിഞ്ഞുകൂടുക. പോകാൻ പറ്റാത്ത വൃദ്ധന്മാർ, മാതാപിതാക്കൾ ഈ രാജ്യത്ത്, ഈ കൊച്ചു കേരളത്തിലുണ്ട് എങ്കിൽ അവർ ഈ വൃദ്ധസദനങ്ങളിൽ അഴികളിൽ തൂങ്ങി മക്കളുടെ കാലച്ച കേൾക്കാൻ വേണ്ടി കാത്തിരിക്കും. അങ്ങനെ അവസ്ഥയിലേക്ക് മാറിയിരിക്കുക. കൃഷിക്കാരുടെ അവസ്ഥ നമുക്കറിയാം. ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് വിലയില്ലാത്ത അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. കർഷകർക്ക് സഹായം കൊടുക്കുവാൻ ആരെങ്കിലും ഇവിടെ തയ്യാറാകുന്നു? ഒരുപക്ഷെ നമ്മുടെ നാടുകളിലൊക്കെ ധാരാളം കൃഷിഭവനുകളുണ്ട്. ഒന്ന് ചിന്തിച്ചു നോക്കുക, ഈ കൃഷിഭവനുകൾ കേരളത്തിൽ ഇല്ല എങ്കിൽ എന്തെങ്കിലും സംഭവിക്കുമോ? ആർക്കും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ കൃഷിഭവൻ വഴി ധാരാളം ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് എങ്ങോട്ട് പോകുന്നു, എവിടേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഇന്ന് രാവിലെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ വന്ന് പ്രചരിച്ച ഒരു സന്ദേശമുണ്ട്. ഈ നാഷണൽ ഹൈവേയുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് ജില്ലാ കമ്മിറ്റി അംഗം ശ്രീ എൽദോ പീറ്റർക്കെതിരെ പ്രതികരിക്കുകയുണ്ടായി. 1 മീറ്റർ നാഷണൽ ഹൈവേ പണിയുന്നതിന് 1 ലക്ഷം രൂപയാണ് ചിലവ് വരിക. ഒന്ന് ഓർത്ത് നോക്കുക, എത്ര കോടി രൂപയാണ് പുറത്തേക്ക് ഒഴുകിപ്പോവുക. 1 മീറ്ററിൽ 1 ലക്ഷം രൂപയുടെ വർക്ക് ഇവിടെ നടക്കുന്നുണ്ടോ? അങ്ങനെ നടന്നാൽ കടന്നു വരുന്ന 25 വർഷത്തേക്ക് ആ റോഡിലേക്ക് ഒന്നും ചെയ്യേണ്ട, അങ്ങനെയുള്ള സിറ്റുവേഷൻ ഉണ്ട്. പക്ഷെ അതൊന്നും അല്ല ഇവിടെ ചെയ്യുക. കടന്നു വരുന്ന 5 വർഷം കഴിയുമ്പോൾ വീണ്ടും ഇതേ പ്ലാൻ തന്നെ വരും. അഴിമതിയാണ് മൊത്തം. അഴിമതിയിൽ കൂത്താടി നിൽക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. അതുകൊണ്ട് ഇതിനൊരു മാറ്റം ഉണ്ടാകണം. അഴിമതിരഹിതമായ ഒരു ഭരണമാണ് നമ്മുടെ കേജ്രിവാൾ നമുക്ക് മുൻപിലേക്ക് വെക്കുന്നത്. സത്യസന്ധമായ ഒരു ഭരണമാണ്, സത്ഭരണമാണ്, അഴിമതിയില്ല സത്ഭരണമാണ് കേജ്രിവാൾ നമുക്ക് കാണിച്ചു തരിക. അത് തന്നെയാണ് കേജ്രിവാളിനെതിരെയുള്ള ഏറ്റവും വലിയ ഭീഷണിയും. നമ്മൾ ഡൽഹിയിൽ കണ്ടതാണ്. അദ്ദേഹത്തിനെതിരെ 5 സമൻസുകൾ അയച്ചിരിക്കുന്നു. അദ്ദേഹം പിടികൊടുത്തിട്ടില്ല. കാരണം എന്താ? അദ്ദേഹത്തെ അകത്തിടണം. 2024 ലോക്സഭാ ഇലക്ഷൻ വരികയാണ്. ലോക്സഭാ ഇലക്ഷനിൽ കേജ്രിവാളിനെ എങ്ങനെയെങ്കിലും അകത്തിട്ട് പൂട്ടണം. അദ്ദേഹം പുറത്തിറങ്ങരുത്, ജനങ്ങളോട് സമ്മതിക്കരുത്, അദ്ദേഹം ചെല്ലുമ്പോൾ ആളുകൾ കൂടരുത് എന്ന് കണ്ടുകൊണ്ട് ദേശീയ നേതാക്കളെയൊക്കെ അകത്തേക്കാക്കി മാറ്റുകയും
നമ്മുടെ നേതാക്കളൊക്കെ ഇപ്പൊ ജയിലിൽ കിടക്കുന്നു നമുക്കറിയാം. ഒരു കുറ്റവും ചെയ്യാതെ, ഒരു കുറ്റപത്രവും സമർപ്പിക്കാതെ അത്തരത്തിൽ കിടക്കുകയും. അതുകൊണ്ട് നമുക്കൊരു മാറ്റം ഉണ്ടാകണം. ആ മാറ്റത്തിന് വേണ്ടി നമുക്ക് പ്രയത്നിക്കാം. ആ മാറ്റത്തിന്റെ സൂചനയായി നമുക്കിത് കാണാം. ഇത്തരം ക്ഷേമ രാഷ്ട്ര വിളംബര ജാഥകൾ കോതമംഗലത്തിന്റെ എല്ലാ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയും നടത്തുമ്പോൾ തീർച്ചയായും എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം. ഇന്ന് കടന്നുപോയ വഴികളിലൊക്കെ ധാരാളം ആളുകൾ സപ്പോർട്ടുമായി, അംഗീകാരമായി, അനുഗ്രഹമായി, സാന്ത്വനമായി കടന്നു വന്നിട്ടുണ്ട്. ഈ പാർട്ടിയെ ഞങ്ങൾ സ്നേഹിക്കുന്നു, ഈ പാർട്ടിയോടൊപ്പം ഞങ്ങളുണ്ട്. പക്ഷേ പുറത്തേക്ക് കടന്നു വരുവാൻ ഒരുപക്ഷെ അവർക്ക് ഭയമായിരിക്കാം. കാരണം ഏതെങ്കിലും തരത്തിലുള്ള ബന്ധനങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ട് അവരുടെയൊക്കെ വോട്ടുകൾ രഹസ്യ ബാലറ്റ് സംവിധാനം കൊണ്ടുവരുന്നത് പറയുന്നത് അതുകൊണ്ടാണ്. രഹസ്യ ബാലറ്റ് സംവിധാനത്തിലേക്ക് വന്നാൽ ഇവരൊക്കെ നമുക്ക് വേണ്ടി വോട്ടുകൾ ചെയ്യും. ഇല്ലെങ്കിൽ ഇവർ ചെയ്യുന്ന വോട്ടുകളൊക്കെ വേറെ പലവർക്കും കടന്നു പോകും. അതുകൊണ്ട് ഇവരൊക്കെ നമുക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യും. അങ്ങനെ ഒരു നല്ല കേരളം, സത്ഭരണമുള്ള ഒരു കേരളം, ക്ഷേമരാഷ്ട്രമായ ഒരു കേരളം, അരവിന്ദ് കേജ്രിവാൾ സ്വപ്നം കണ്ടിട്ടുള്ള, അഴിമതിയില്ലാത്ത, സത്യസന്ധതയുള്ള ഒരു നല്ല കേരളം പടുത്തുയർത്താൻ നമുക്ക് തീരുമാനമെടുക്കാം. നമ്മുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാം. ആ തീരുമാനത്തിലൂടെ മുന്നോട്ട് പോകാം. ആ തീരുമാനം ഇവിടെ നടപ്പാക്കാൻ വേണ്ടി നമുക്ക് പ്രയത്നിക്കാം. നമ്മൾ ജീവിതത്തിൽ ഒറ്റ പ്രാവശ്യമേ ഈ ഭൂമിയിൽ ജീവിക്കുന്നുള്ളൂ. എന്തെങ്കിലും ഒരു സിഗ്നേച്ചർ ഭൂമിയിൽ കൊടുക്കണമെങ്കിൽ, ഈ ഭൂമിയിൽ ഒരു സിഗ്നേച്ചർ ഇട്ടിട്ട് ഭൂമിയിൽ നിന്ന് കടന്നു പോകണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ആം ആദ്മി നിങ്ങൾക്കൊരു അവസരം തരികയാണ്. ഒരു നന്മയുള്ള പാർട്ടിയുടെ വക്താവായി, ഒരു നന്മയുള്ള പാർട്ടിയുടെ അംഗമായി ഈ രാജ്യത്തിന് വേണ്ടി, എന്റെ നാടിന് വേണ്ടി ഞാൻ പ്രവർത്തിച്ചുവെന്ന് നാളത്തെ വരും തലമുറ, നമ്മുടെ പിൻതലമുറക്കാർ നമുക്ക് വേണ്ടി പറയണമെങ്കിൽ അങ്ങനെ ഒരു സിഗ്നേച്ചർ സ്ഥാപിക്കാൻ നമുക്ക് കിട്ടിയിരിക്കുന്ന അവസരമാണ്. ആ അവസരം നമ്മൾ വിനിയോഗിക്കുക. നന്മയുള്ള രാഷ്ട്രീയ പാർട്ടി ഈ കേരളത്തിൽ വളർന്നു വരട്ടെ.